റിപ്പോർട്ട് ബിഗ് ഇംപാക്ട്. വയനാട്ടിൽ വാടക വീടുകൾ ഏറ്റെടുക്കാൻ സർക്കാർ ദുരന്ത നിവാരണ നിയമം ഉപയോഗിക്കും. ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി സർക്കാർ ക്വാർട്ടേഴ്സ് അനുവദിച്ചിരിക്കുന്നു. 50 കുടുംബങ്ങൾക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ചാർജ് ഓഫീസർമാരെയും നിയമിച്ചിരിക്കുകയാണ്. പുനരധിവാസത്തിലെ വീഴ്ച റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. മേപ്പാടിയിൽ റിപ്പോർട്ടർ സംഘടിപ്പിച്ച ജനകീയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. ദീപക് മലയമ്മ വിവരങ്ങൾ നൽകും. ദീപക്, ബിഗ് ഇംപാക്റ്റാണ്. റിപ്പോർട്ടർ സംഘടിപ്പിച്ച ചർച്ചയിൽ ഉയർന്ന പരാതികളാണ്. അതിന്മേൽ നടപടിയുണ്ടായിരിക്കുന്നു. തോന്നിയ പോലെ വാടക അവിടെ ദുരന്ത ബാധിതരിൽ നിന്നും ഈടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ദുരന്ത നിവാരണ നിയമം പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാകും വാടക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6000 രൂപയാണ് നേരത്തെ തന്നെ സർക്കാർ ഇത്തരം വാടക വീടുകൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ദുരന്തബാധിതരായ ആളുകളെ അവർ വീടുകൾ തേടി എത്തുന്ന ഘട്ടത്തിൽ പക്ഷേ കൂടുതൽ പണം ചോദിച്ച വലയ്ക്കുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാർ അനുവദിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ക്വാർട്ടേഴ്സുകളൊക്കെ അനുവദിക്കുന്ന കാര്യത്തിലും ചില അലംഭാവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ക്യാമ്പിൽ നിന്നടക്കമുള്ള ആളുകൾ ഉന്നയിക്കുകയും ചെയ്തു. ഇന്നലെ മേപ്പാടിയിൽ റിപ്പോർട്ടർ സംഘത്തിന്റെ ചർച്ച നടന്ന ഘട്ടത്തിലും ഡോക്ടർ അരുൺകുമാർ ആളുകൾ സംസാരിക്കുന്ന ഘട്ടത്തിലും അവർ ആ നിലപാടുകൾ ആവർത്തിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് നിലവിൽ 50 കുടുംബങ്ങൾക്ക് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നത്. അതനുസരിച്ച് അവിടേക്ക് ആളുകൾക്ക് മാറാനുള്ള നടപടിക്രമങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകം ചാർജ് ഓഫീസറെ കൂടി നിയമിച്ചുകൊണ്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അവിടെയുള്ള ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ ആളുകൾക്ക് ക്യാമ്പിൽ നിന്നും ഇത്തരം വാടക ക്വാർട്ടേഴ്സുകളിലേക്ക് മാറാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന്, ഈ വാടക വീടുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിലനിന്നിരുന്നു. കേവലം 2000 രൂപയൊക്കെ വാടക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ആളുകൾ എത്തുമ്പോൾ അത് 8000-ഉം 9000-ഉം ഒക്കെയായി കൂട്ടിച്ചോദിക്കുന്ന സ്ഥിതിവിശേഷം പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുകയും ചെയ്തു. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 34E-M-26 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് ദുരന്ത നിവാരണ അതോറിറ്റി പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്. കാരണം താൽക്കാലിക പുനരധിവാസം എന്നുള്ളത് വേഗത്തിൽ നടപ്പിലാക്കുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. പക്ഷേ അത് വലിയ രീതിയിൽ ഉദ്യോഗസ്ഥ അലംഭാവം കൊണ്ട് വൈകിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആ കാര്യത്തിലാണ് ഇപ്പോൾ അടിയന്തരമായുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സ്കൂളുകൾ നിരവധി ആയി അടഞ്ഞുകിടക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അത്തരം ക്യാമ്പുകൾ പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യവും കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ മേപ്പാടിയിൽ വെച്ച് അത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ മേപ്പാടി ക്യാമ്പിൽ നിന്നുള്ള ആളുകൾ പുറത്തേക്ക് വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ പറഞ്ഞത് വാടക വീടുകൾ അന്വേഷിച്ച് പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ചാണ്. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വലിയ തരത്തിലുള്ള അലംഭാവമുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തിച്ചു. പക്ഷേ പിന്നീട് അല്പ ദിവസം കഴിയുന്നതോടുകൂടി ആ കാര്യത്തിൽ അല്പം മന്ദഗതി ഉണ്ടായി എന്നുള്ളതാണ് ആരോപണമായി വന്നത്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടി വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയവും കൂടിയാണ്. എന്തായാലും 50 കുടുംബങ്ങൾക്ക് ഈ സർക്കാർ ക്വാർട്ടേഴ്സുകൾ അനുവദിച്ചുകൊണ്ട് നിലവിൽ ഉത്തരവായിരിക്കുന്നു. ഒപ്പം തന്നെ ഇനി വാടക വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തി പോകുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കൂടുതൽ വാടക ചോദിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോയാൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളത് ദുരന്ത കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. 50 കുടുംബങ്ങൾക്ക് സർക്കാർ ക്വാർട്ടേഴ്സുകൾ. ഈ സർക്കാർ ക്വാർട്ടേഴ്സുകളുടെ നില എങ്ങനെയാണ്? ഒരു ക്വാർട്ടേഴ്സിൽ എത്ര മുറികളായിരിക്കും? എത്ര അംഗങ്ങളുള്ള കുടുംബങ്ങൾക്കാണ് ആ ക്വാർട്ടേഴ്സിൽ താമസിക്കാനാവുക? അതിന്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണ നിയമം പ്രയോഗിക്കുമെന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത പലരുടെയും പ്രതികരണങ്ങൾ കേട്ടതാണ്. 1 ലക്ഷം വരെ അഡ്വാൻസ് ചോദിക്കുന്നു, വാടക 8500, 10000 വരെ ചോദിക്കുന്നു. ഈ രൂപത്തിലാണ് വീടുകൾ കിട്ടാത്ത അവസ്ഥ. പക്ഷേ ഇവരിൽ നിന്നൊക്കെ 6000 രൂപ സർക്കാർ തരുന്ന പണം വാങ്ങുക, അതിനപ്പുറം വാടക നൽകില്ല. പക്ഷേ നിങ്ങൾ വീടുകൾ നൽകേണ്ടി വരും എന്ന് നിർബന്ധപൂർവ്വം നമുക്ക് നടപടിയിലേക്ക് സർക്കാരിന് കടക്കാൻ സാധിക്കുമോ? അങ്ങനെയാണോ ഈ നിയമം അനുശാസിക്കുന്നത്? അതായത് സ്മൃതി, ഒന്നിലധികം വീടുകളുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് നേരത്തെ തുച്ഛമായ വാടകയിൽ ആ വീടുകൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ചിലരെങ്കിലും ആ വാടക തുക കൂട്ടിച്ചോദിക്കുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പുനരധിവാസത്തിന്റെ ഭാഗമായി വീടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു നൽകേണ്ടതാണ്. അതായത് ഒരു വാടക വീട്ടിലേക്കോ അല്ലെങ്കിൽ സർക്കാർ ക്വാർട്ടേഴ്സിലേക്കോ എത്തിക്കഴിയുമ്പോൾ അതിനുശേഷം സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ അവർക്ക് താൽക്കാലിക പുനരധിവാസം എന്നതിന് അപ്പുറത്തേക്ക് പൂർണ്ണ തോതിലുള്ള
പുനരധിവാസം സാധ്യമാക്കാനുള്ള നടപടികളുണ്ട്. അത് വരുന്ന ഘട്ടത്തിൽ ഈ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു നൽകണം. ഉത്തരവ് പ്രകാരം യാതൊരു കാരണവശാലും മേൽപ്പറഞ്ഞ കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശം കെട്ടിട ഉടമകൾക്ക് അല്ലാതാവുകയോ മേൽപ്പറഞ്ഞ വ്യക്തികളിൽ നിക്ഷിപ്തമാവുകയോ ചെയ്യുന്നതല്ല എന്നുള്ള കാര്യവും കൂടി പറയുന്നുണ്ട്. അതായത് സർക്കാർ ഈ കാര്യത്തിൽ 6000 രൂപ വെച്ച് വാടക കൊടുക്കാൻ ഒരുക്കമാണ്. ആ കെട്ടിടങ്ങൾ വിട്ടു നൽകുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കെട്ടിടങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കി പട്ടിക പ്രകാരം കുടുംബങ്ങളെ അതാത് കെട്ടിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് ചാർജ് ഓഫീസർമാരെ കൂടി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന 50 കുടുംബങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ 3 അല്ലെങ്കിൽ 4 അതിൽ താഴേക്കാണ് മറ്റ് അംഗങ്ങളുടെയൊക്കെ കണക്ക് വരുന്നത്. 4 അംഗങ്ങൾ വരെയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ പ്രത്യേകിച്ച് നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ തെരുവോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ ഷെൽട്ടർ ഹോമുകളൊക്കെ കണ്ടതാണ്. ആ ഹോമുകളൊക്കെ ഉപയോഗിക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ ഉള്ളത് കൂടിയാണ്. അവിടേക്കൊക്കെ 4 ആളൊക്കെ